പാലോട് രവി തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. വിവാദ ഫോൺ സംഭാഷണം പുറത്തായതിനു പിന്നാലെയാണ് രാജി. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാവുമെന്നും BJP 60 നിയമസഭാ സീറ്റുകളിൽ ശക്തരാകുമെന്നും പ്രാദേശിക നേതാവിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. ഇടതുമുന്നണിക്ക് തുടർ ഭരണം ലഭിക്കുമെന്നും സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഇത് രാജിയാണെന്ന് പറയാൻ കഴിയില്ല, ചോദിച്ചു വാങ്ങിയ രാജി തന്നെയല്ലേ ഇത്? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിയെടുക്കുമെന്ന് നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. മാത്രമല്ല, AICC നേതൃത്വം സംസ്ഥാനത്തെ KPCC നേതൃത്വത്തോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് തേടിയതിന് പിന്നാലെ പാലോട് രവി മാധ്യമങ്ങളെ കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിശദീകരണം കൊണ്ട് KPCC നേതൃത്വമോ ഹൈക്കമാൻഡ് നേതൃത്വമോ തൃപ്തരായില്ല. അങ്ങനെയാണ് നിർബന്ധിതനായത് പാലോട് രവി രാജിവെച്ച് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ. നേരത്തെയും തിരുവനന്തപുരം DCC അധ്യക്ഷനെതിരെ യുവ നേതാക്കളടക്കം വലിയ തരത്തിൽ വിമർശനവുമായി പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും ഡൽഹിയിലടക്കം അദ്ദേഹത്തിനുള്ള ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയായിരുന്നു. അതിനിടെ പൊതുസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് പാലോട് രവിയെ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു വിവാദമായ ഫോൺ സംഭാഷണം ഇന്ന് രാവിലെ പുറത്തായത്. അദ്ദേഹവുമായി ഫോണിൽ സംഭാഷണം നടത്തിയ വാമനപുരം ബ്ലോക്ക് ഭാരവാഹിയായ ഷജീറിനെതിരെയും പാർട്ടിയുടെ നടപടിയെടുത്തിട്ടുണ്ട്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ഒരു വശം കെട്ടടക്കുന്നുവെങ്കിലും പാലോട് രവിക്ക് പകരക്കാരനായി ആരെ ചുമതലപ്പെടുത്തും എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷ വളർത്തുന്ന ചോദ്യം. അവിടെ പൊതുസംഘടന 2 ആഴ്ചക്കകം പൂർത്തിയാക്കി പൊതുസംഘടനാ പട്ടിക പുറത്തു വന്നാൽ അപ്പോൾ തിരുവനന്തപുരത്തിന് ഒരു DCC അധ്യക്ഷനാകുമോ വരാനിരിക്കുന്നത്, അതോ അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. PV വിനോദ് കൂടി ചേർന്നു. വിനോദ്, തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ കിരീടം വെക്കാത്ത രാജാവാണ് പാലോട് രവി. അക്കാര്യത്തിൽ സംശയമില്ല, അദ്ദേഹത്തിനുള്ള സ്വാധീനമൊക്കെ ആ തരത്തിലാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവനയ്ക്ക്, ഇങ്ങനെയൊരു ഫോൺ സംഭാഷണം 3-4 മാസം മുൻപ് നടത്തിയ ഒരു ഫോൺ സംഭാഷണം പുറത്താവുന്നു. അത് സ്വാഭാവികമായും പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഈ ഓഡിയോ പുറത്തുവിട്ടതിന് മറുവശത്ത് നിന്ന് ആളെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. നിലവിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമായി ഇറങ്ങാനിരിക്കുന്ന കോൺഗ്രസിന് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കുന്നതായിരുന്നു ഈ പ്രസ്താവന, ഈ ഫോൺ സംഭാഷണം? ആ നാണക്കേടിൽ നിന്ന് ഈ ഒരൊറ്റ നടപടി കൊണ്ട് തൽക്കാലം മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? ശ്രീജ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. കാരണം അതിന് തൊട്ട് മുൻപ് തൃക്കാക്കര അടക്കമുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ സിറ്റിംഗ് സീറ്റുകൾ, അത് LDF ആവട്ടെ UDF ആവട്ടെ, സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ടായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ PV അൻവറിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു, LDFൻ്റെ വെല്ലുവിളി. ഇതെല്ലാം അതിജീവിച്ച് UDFന് വിജയിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. ആ ഒരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രധാനപ്പെട്ട തലസ്ഥാന ജില്ലയിലെ തന്നെ DCC അധ്യക്ഷൻ ഇങ്ങനെ വിവാദമായ ഒരു പരാമർശം നടത്തുന്നത്. പക്ഷേ സതുദ്ദേശം മനസ്സിൽ വെച്ച് താൻ അങ്ങനെ സംസാരിച്ചു എന്നാണ് പാലോട് രവിയുടെ ഒരു വിശദീകരണം വന്നത്. പക്ഷേ അത് പാർട്ടിയെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. LDFന് തുടർ ഭരണം കിട്ടുമെന്ന് പറയുന്നു. എടുക്കാച്ചരക്കായി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറുമെന്ന് പാലോട് രവി പറയുന്നു. അതോടൊപ്പം തന്നെയാണ് BJPയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. 60ഓളം സീറ്റുകളിൽ വലിയ കുതിച്ചുകയറ്റം BJP ഉണ്ടാക്കുമെന്നും UDF 3-ാം സ്ഥാനത്തേക്ക് പോകും എന്നും അദ്ദേഹം പ്രാദേശിക നേതാവിനോട് പറയുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ KPCC അധ്യക്ഷൻ കൃത്യമായ കാര്യം പറഞ്ഞു, ഇതിൽ നടപടി ഉണ്ടാകും. AICC നേതൃത്വത്തെ ഉൾപ്പെടെ ഇക്കാര്യം ധരിപ്പിക്കും എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങി എന്ന് തന്നെയാണ്.